ഖുർആൻ ഓതലാണ്. എങ്ങനെ? ബി ആയാത്ത്, ഓതിക്കൊടുക്കലാണ്. എന്തുകൊണ്ട് ഓതിക്കൊടുക്കണം? ബിൽ ആയാത്തി, ആയാത്തുകൾ കൊണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കാം. ആ ഒരു ആയത്ത് ഓതിക്കൊടുക്കുക, ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുക. അതുപോലെ വദ്ദഅവാത്തി ത്വയ്യിബ, പരിശുദ്ധമായ വാരിദായി വന്നിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടുള്ള മന്ത്രമാണ്. വഹാദാ ഹുവല്ലദീ വറദ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബ, നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും വാരിദായി വന്നിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട്, പരിശുദ്ധമായ പ്രാർത്ഥനകൾ കൊണ്ടുള്ള മന്ത്രമാണ്. പക്ഷേ അവരിൽ നിന്ന് വലാ നഅരിഫു മിൻഹും അന്നഹും കാനു യദ്രിബൂൻ, അവരിങ്ങനെ രോഗികളെ അടിക്കുക, ജിന്ന് ബാധിച്ചത് ഒരാളെ അടിക്കുക എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. അവരെ കൊരക്ക് ഞെക്കുക, ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ചില കേന്ദ്രങ്ങൾ, ചില ക്ലിനിക്കുകൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ തുടങ്ങിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ രോഗികളെ ഞെക്കാൻ തുടങ്ങി, അവരെ അടിക്കാൻ തുടങ്ങി, കഴുത്ത് പിടിച്ച് ഞെക്കാൻ തുടങ്ങി, കൈ പിടിച്ച് ഞെക്കാൻ തുടങ്ങി, വേണ്ടി വന്നാൽ ഞെക്കാമെന്ന് പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പേജുകളിലൂടെയും അതുപോലെ സ്റ്റേജുകളിലൂടെയും വ്യക്തമായി പറഞ്ഞു, ഇത് ശരിയല്ല. നമ്മൾ സ്വന്താക്കണ്ടേ? നബീനോട് സ്നേഹമുള്ളോല് അത് സ്വന്താക്കണമെന്ന് വാദിക്കുന്നോല്. അപ്പൊ ഇതൊക്കെ ചതിയാണ്. ഈ ചതിയുടെയും വഞ്ചനയുടെ ഇടയിൽ നമ്മള് മുജാഹിദുകൾ ഇവിടെ ക്ലിനിക്ക് തുടങ്ങിയതാ. ഏത്? ജിന്നിനെ പിടിക്കാൻ ചാക്കിട്ട് പിടിച്ചു എന്നൊക്കെയാണ്. എന്തെല്ലാം പ്രചരണാണ് ദുനിയാവില്, എന്തെന്ത് ടൈപ്പ് മുത്തേടം. നേരത്തെ പറഞ്ഞ കാസിമിന്റെ തെറ്റുവന്ന് ഇവിടെ നിങ്ങൾ ആലോചിച്ചേ, ചാക്കിട്ട് പിടിച്ചു എന്നാ, ക്ലിനിക്ക് തുടങ്ങിയെന്നാ, മാന്തി എടുത്തു എന്നാ, ജിന്നിനെ നാവിന്റെ മോളിന്ന് വലിച്ചൂരിന്നൊക്കെ. ആരടോ? എവിടെ? എന്തും പറയാ. അല്ല തന്നെ നാവുണ്ട് എന്തും പറയാ. ദുനിയാവില് ആരും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു മുജാഹിദും അതിനെ അംഗീകരിച്ചിട്ടില്ല, ഒരു മുജാഹിദും. അതുകൊണ്ട് ആ പ്രചരണമൊക്കെ മാറ്റി വെച്ചിട്ട് മടവൂരികളോട് എങ്ങനെ പറയണെന്നോ, അല്ല നിങ്ങൾക്ക് തന്ന ഒരു എനർജി ഇല്ലേ, അത് നിങ്ങൾ തൗഹീദിന് വേണ്ടി ചെലവഴിക്ക്. ആളുകൾ അംഗീകരിക്കുന്നു. നേരെ മറിച്ച് ഇതുമായിട്ട് ഇങ്ങനെ നടക്കുക, ഉരു ചുറ്റുക. ഇപ്പോഴും ഇതാ കഴിഞ്ഞ ആഴ്ച പോലും ഒരു കേസറ്റ് ഇറക്കിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ വരെ എത്തിച്ചിരിക്കുന്നു മടവൂരികൾ. നമ്മുടെ ഒരു മദനിന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കണേ. എന്നിട്ട് ഓരോട് പറയാ, നിങ്ങൾക്ക് അറിയാത്തോണ്ട് അപകടം കണ്ടോളി. അത്ര വരെ പ്ലാനിങ്ങോട് കൂടി ഇറങ്ങിയ മടവൂരികളെ നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ വിലയിരുത്തണ്ടേ, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. ഈ പ്രസ്ഥാനത്ത് ഒട്ടുകൊടുക്കുന്ന KKP അബ്ദുള്ളയെ പോലെയുള്ള ആളുകളെ തിരിച്ചറിയണ്ടേ. മടവൂരികൾക്ക് വേണ്ടി കിതാബ് എഴുതുകയും ഓസാന പാടുകയും അവരെഴുതി കൊടുത്ത ഭാണ്ഡം പേറുകയും മുജാഹിദ് പ്രസ്ഥാനത്ത് എന്ന ആയത്തോതൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കിയ മുജാഹിദുകളുടെ നെഞ്ചത്തേക്ക് ഈ ആയത്തിന്റെ ആയക്കിരാമാണ് ഓതിയപ്പോ. എന്നിട്ടൊരു പരാതിയും 50 കൊല്ലം പുറകോട്ട് മുജാഹിദ് പ്രസ്ഥാനം പോയി. എന്നാ ഒന്ന് കേട്ടോളി, ഒരു കാര്യം ഗൗരവമായി കേട്ടോളി. അതെന്തറിയോ? 50 കൊല്ലം ബേക്കോട്ടല്ല നീ പോകാൻ പോണത്. 1450 വർഷം പിറകിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എത്തിച്ചിട്ടല്ലാതെ ഈ യുവനിരാടങ്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 50 കൊല്ലല്ല, 140 കൊല്ലം പിറകോട്ട് സ്വഹാബിമാര് ജീവിച്ച അതേ ക്ലിയർ ഇവിടുത്തെ പോപ്പുലർ ഫണ്ട് കൊച്ചാക്കി. ഇവിടുത്തെ പല ആളുകളും മുജാഹിദ് പ്രസ്ഥാനം നവയാഥാസ്തികത്വത്തിലാണെന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ പറയാം. ഒരുപാട് പ്രവർത്തകരുമായി ബന്ധപ്പെടുന്ന ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ പല ആളുകളും വേദനയോടെ എന്നെ വിളിച്ചു ചോദിച്ചൊരു ചോദ്യം, ഒരു ചെറിയ വിശദീകരണം നൽകുകയാണ്. ഈ സദസ്സിന് ഉപകരിക്കും, നാളത്തെ കൈകളിക്ക് ഉപകരിക്കും, നാളത്തെ വിശ്വാസികൾക്ക് ഉപകരിക്കും. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇത്രയും കാലം ഏത് വീട്ടിൽ കയറി പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ന് പറഞ്ഞാൽ ആരും ഞങ്ങളെ ഇതുവരെ എതിർത്തിരുന്നില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട്, അമ്പിയാക്കളോട് പാടില്ല, ഔലിയാക്കളോട് പാടില്ല എന്ന് പറഞ്ഞാൽ അവരവരുടെ വാദം പറയുകയല്ലാതെ നിങ്ങൾക്കിത് പറയാൻ അവകാശമില്ല, നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് ചോദിക്കാൻ ഉസ്താദേ, ഞങ്ങൾ ഇന്ന് മറുപടി പറയും. ഓരോ മുജാഹിദിന്റെ മനസ്സിലും വേദനയായത്, ഓരോ ജമിയത്തുലമക്കാരന്റെ മനസ്സിലും ഇത് വേദനയാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മണ്ണാർക്കാട് മുഖാമുഖത്തിന് ശേഷം കേരളത്തിൽ സുന്നികൾ ശക്തമായി പണ്ഡിതന്മാരൊരു കാര്യം വാദിച്ചു നോക്കി. എന്താ അത്? ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളോട് പ്രാർത്ഥിക്കണില്ല. സ്ത്രീകളെ പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങള് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ അവരോട് സഹായം തേടുകയാണ് എന്ന് പറഞ്ഞപ്പോ നമ്മളെന്ത് പറഞ്ഞ അല്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. അല്ല, നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ തെളിവ്? ഇതാ
ചില ഉസ്താദുമാർ നബീനോട് പ്രാർത്ഥിക്കുന്ന നേരിട്ടുള്ള രംഗം കണ്ടോളി എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആളുകളോട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, കേൾപ്പിച്ചു കൊടുത്തു. അതിലെന്തായിരുന്നു? എല്ലാവരും, ഞാൻ ഈ പറയുന്നത് മനസ്സ് കുത്തിവെച്ച് എല്ലാവരും ചർച്ച ചെയ്യണം. എല്ലാ സദസ്സിലും നമ്മൾ ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. സുന്നിയുടെ പിന്നെ മിണ്ടിയില്ല. ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ ഹിദായത്തിലായി, അല്ലേ? ഒരുപാട് ആളുകൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി. രണ്ട് മൊയ്ലിയന്മാരുടെ, ഒന്നൊരു തങ്ങളും ഒന്ന് വേറൊരാളും. അതിൽ ആ തങ്ങളുടെ പ്രാർത്ഥന മറക്കൂല ആരും മനസ്സിൽ. ആ ശബ്ദം പോലെ ആളുകൾ മറക്കൂല. എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല, തങ്ങളെ ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ എന്ന് വെച്ചിട്ട് ശരിക്കും പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഉറപ്പാണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ. അടുത്ത ചോദ്യം എന്താ അറിയോ? ഏതെങ്കിലും ഒരു AP സുന്നിക്ക്, EK സുന്നിക്ക്, മടവൂർ വിഭാഗത്തിന് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു ടീം KNM ഉണ്ട് എന്നാണല്ലോ പ്രചരണോ? ഒരൊറ്റ ക്ലിപ്പിംഗ് വെല്ലുവിളിക്കാങ്ങളെ. എത്ര നേരമായി ജിന്നേ, ഞങ്ങൾ കാത്തിക്കുന്നു ജിന്നേ, ഞങ്ങളെ കാണുന്നില്ലേ ജിന്നേ, സഹായിക്കണേ ജിന്നേ, കുട്ടികളെ തരണേ ജിന്നേ എന്ന് ഒരു സലായിന്റെ നേതൃത്വത്തിലോ ഒരു സെലഫിന്റെ നേതൃത്വത്തിലോ ഇവിടെ ഉണ്ടായോ? 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 ഒരൊറ്റ ക്ലിപ്പിംഗ് ആകാശത്തിന്റെ വീട്ടിൽ ആണായി പറഞ്ഞ ഒരു മടവൂരി ഒരു സമസ്തക്കാരൻ ഇടുവോ? പിന്നെന്തിനീ തോന്നിയാസം പറയണം? പിന്നെന്തിനീ തോന്നിയാസം മുസ്ലിങ്ങളെ നേരെ പറയണം? മുവഹിദുകളെ നേരെ ഈ തോന്നിയാസം എന്തിനു പറയണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചോദിക്കും. ഒരാളെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളെ കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കേണ്ടവരല്ലേ നമ്മള്? ആ ജമിയത്തുൽ ഉലമയുടെ 19ാമത്തെ പേജ് ഇന്നലെ ഇവിടെ വായിക്കപ്പെട്ടല്ലോ. എന്ത്? അതൊരാരോപണമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെയുള്ള ഒരു ആരോപണമാണ്. ആരുടെ? പുരോഹിതന്മാരുടെ. അപ്പൊ ജിന്നിനോട് തേടുന്നവർ ഇത് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ആരായാലും അവൻ പുരോഹിതനാണ്, അവൻ ദുർവ്യാഖ്യാനിക്കുന്നവനാണ്. അതാണ് കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. തീർന്നോ? തീർന്നോ? നിങ്ങൾ ആലോചിച്ചേ, ഏതെങ്കിലും ഒരു കവലയില് ഇനി ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദുകളാണ്, അല്ലാത്തവരെ പറ്റി എല്ലാം പറയും. മുജാഹിദുകളിൽ ഏതെങ്കിലും ഒരാള് ഞങ്ങൾ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ട് ജിന്നിനോട് തേടാമെന്ന് ഇതുവരെ ഞങ്ങള് അത് ശിർക്കാന്നാ മനസ്സിലാക്കി, അതിൽ ശിർക്കില്ല എന്ന് ഞങ്ങൾ ഇതാ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്ക്. ഒരൊറ്റ മുജാഹിദിനെ ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. പിന്നെന്തിനാ തോന്നിയാസോ? എന്തിനാ? മനസ്സിലാവുണ്ടല്ലോ, ഓർക്ക് ചില ഉദ്ദേശമുണ്ട്, ഓർക്ക് ചില ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ കറക്റ്റായിട്ട് മനസ്സിലായിക്കൂടി. ഇവിടെ ആരുമില്ല അങ്ങനെ. അല്ലെ ഞാൻ പറഞ്ഞ ക്ലിപ്പിങ്ങട്ടെ, ജിന്നിനോട് തേടുന്ന ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ കുറച്ച് മുജാഹിദുകൾ, നിങ്ങളുള്ള ദാടിയില്ലേ, അക്കാണല്ലോ പോലെ അയോഗ്യത. അങ്ങനെയുള്ള ആളുകൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒരൊറ്റ ക്ലിപ്പിങ് ആകാശത്തിന്റെ ചൂട്ടിൽ തെളിയിക്കാൻ കഴിയുമോ? പിന്നെ എന്തിനത് പറയണത്? അപ്പോ മുജാഹിദുകളോടെ ഞാൻ പറയുന്നത്, ഇത് കേൾക്കുമ്പോ ചൂളിപ്പോയരുത്. ഒറ്റ ചോദ്യം, ഞങ്ങൾ നിങ്ങളല്ലാത്തവരോട് ദ്വേർക്കുന്ന ക്ലിപ്പിംഗ് കൊണ്ടുവരാം. ഇനിയോ നിങ്ങൾ എന്താ നോക്കേ, ജിന്നിന് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് തേടാം എന്നാരാ പറഞ്ഞത്? മടപൂരികള്. അലിമല്ല അല്ലേ? അലിമല്ലയാണ് പറഞ്ഞത്. എന്ത്? ജിന്നിന് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടേ തേടാം. നമ്മളാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ക്ലിപ്പിംഗ് കേട്ടവർക്ക് ഓർമ്മല്ലേ? നമ്മളെവിടെങ്കിലും പറഞ്ഞോ ജിന്നിന് കൈ കൊടുത്ത കൈവന്ന് തേടാൻ? ഇല്ല കൂട്ടരെ, അതൊന്നും ഇവിടെ ആരും വാദിച്ചിട്ടില്ല. ആരും. ചെറിയമുണ്ട് എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ.
എന്ന് പറഞ്ഞു. താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നേ. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നേ. പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നേ. പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചു.